ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓഫ് റോഡ് റൈഡർ മച്ചാൻ. അപ്പോൾ ഗൈസ്, നമ്മൾ കുരിശുമല വാഗമണ്ണ് പോണ ആൾക്കാർക്കായിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഇത് കാണാം നമ്മുടെ ഇല്ലിക്കക്കല്ല്. ഗൈസ്, നമ്മൾ ഈയിടെ പോയത് അതിൻ്റെ മുകളിലാണ് ഗൈസ്. അപ്പോൾ അതാണ് ഇല്ലിക്കക്കല്ല്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഇട്ടായിരുന്നു. കറക്റ്റ് ഇവിടെ നോക്കിയാൽ അവിടുന്ന് കാര്യങ്ങളൊക്കെ കാണാം. അവിടെ വണ്ടി പാർക്ക് ചെയ്താക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ കുരിശുമലയ്ക്കോ അങ്ങോട്ടേക്ക് എന്താണെങ്കിലും പോയാലോ? നമ്മുടെ കുരിശുമല തേടിയുള്ളൊരു യാത്രയ്ക്കായിട്ട് എന്താണെങ്കിലും നമ്മൾ പോകണം. ഇന്നത്തെ പോക്ക് നമ്മുടെ വാഗമണ്ണിൽ അടുത്തായിട്ട് ഒരു കുരിശുമലയുണ്ട്. അത്യാവശ്യം നല്ല ഓഫ് റോഡിങ് കാര്യങ്ങളൊക്കെ പിടിക്കാൻ പറ്റിയവർക്ക് പറ്റിയൊരു നല്ലൊരു വഴിയാണ്. എന്താവും എങ്ങനെയാവും എന്നൊന്നും അറിയാൻ പാടില്ല. കാര്യം പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ബാക്ക് ടയർ ഭയങ്കര മോശമാണ്. ടയർ ഇല്ലയെന്ന് തന്നെ വേണം പറയാം. മോശം നല്ല ടയർ തീരെ ഇല്ല. അതുപോലെ നമ്മുടെ വണ്ടിയുടെ ഇപ്പം ചെയിൻ ഷോക്കറ്റ് ചെറിയതായിട്ട് അടിക്കുന്നുണ്ട്. ചെയിൻ മാറാറായിരുന്നു. ഞാൻ പിന്നെ അടുത്ത സർവീസിന് എന്താണെങ്കിലും കയറ്റാൻ നേരത്ത് മാറാമെന്ന് ഓർത്തണം. അപ്പോൾ കുരിശുമല ഓഫ് റോഡിങ്ങിലേക്കാണ് നമ്മുടെ ഇന്നത്തെ പോക്ക്. അപ്പോൾ എന്താണെങ്കിലും അവിടെ വരെ പോയി നോക്കാം. എന്താവും ഇല്ലയെന്നൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ പോയിട്ട് വരാം. കുരിശുമല അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. അത്യാവശ്യം ഓഫ് റോഡേഴ്സിനായിട്ട് അത്യാവശ്യം നല്ലൊരു പ്ലേസാണ് ഗൈസ്. കുരിശുമല ഇപ്പോൾ അറിയാത്തവരാരും തന്നെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും തന്നെ അറിയാം. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെയാവും എന്നറിയില്ല. അതിൽ വഴിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. വഴി വെട്ടിക്കണ്ടുപിടിച്ച് പോകണം. അപ്പം ഗൈസ്, ഇതിൻ്റെ മുകളിൽ ഏത് വഴിയാണ് വണ്ടി കയറണമെന്ന് അറിയില്ലല്ലോ. എൻ്റെ പൊന്നെ ഗൈസ്, അത്യാവശ്യം ഓഫ് റോഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുരിശുമല ഇതിൻ്റെ മേളിലാട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ കുരിശുമല വന്ന് കയറുന്നതിൻ്റെല്ലോ മെയിൻ വിഷയം എന്താ വെച്ചാൽ നമ്മുടെ വണ്ടിക്ക് ബാക്ക് ടയർ കുറച്ച് മോശമാണ്. അപ്പം നമ്മളെന്തായാലും അതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇറങ്ങി വരെ കുറച്ച് ടാസ്ക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ ടാസ്ക് പിടിക്കാനിപ്പോൾ പറ്റിയൊരവസ്ഥയല്ല. ഞാൻ ചിന്തിച്ചപ്പോൾ എന്താണ് ഈ വഴി നിങ്ങൾ കാണുന്നില്ല. ഈ വഴി വണ്ടി കാര്യം പറഞ്ഞാൽ കയറിയൊക്കെ പോകും. പക്ഷേ നമുക്ക് ഇറക്കിക്കൊണ്ട് വരെ കുറച്ച് റിസ്ക്കാണ്. കാരണം വെച്ചാൽ വണ്ടിക്ക് പ്രോപ്പറായിട്ട് ബ്രേക്ക് പിടിക്കുന്നെങ്കിൽ ടയറില്ലാത്തതുകൊണ്ട് വണ്ടി നന്നായിട്ട് സ്കിഡാവുന്നുണ്ട്. നമുക്കിപ്പോൾ അതുകൊണ്ട് നല്ല ടാസ്ക്കാണ്. റിസ്ക് പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പാടായിരിക്കും. ഇപ്പം എൻ്റെ പൊന്ന് ഗൈസ്, എന്താണ് എൻ്റെ മുകളിൽ വരെ ഒന്ന് പോയി നോക്കണമെന്നുണ്ട്. അപ്പം നമുക്ക് പോയി എന്താണല്ലോ ഇടാം, നമുക്ക് എൻ്റെ മുകളിൽ നടന്നു പോയി നോക്കിയിട്ടെങ്കിലും വരാം. കാരണം വെച്ചാൽ നമുക്ക് വണ്ടിയും കൊണ്ട് ഇപ്പോൾ കയറി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ടാസ്ക് കിട്ടും. വേറെ നമുക്ക് കാര്യം പറഞ്ഞാൽ ഓഫ് റോഡേഴ്സായിട്ട് വേറെ ആരും റൈഡേഴ്സ് ഇല്ല. ഇപ്പോൾ കൂടെ ഒരാൾ മാത്രമേ ഉള്ളൂ. നമുക്ക് സ്കിഡായാലും എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്പിന് ഒരാൾ പോലും ഇല്ല. നമ്മളിപ്പോൾ കാര്യം പറഞ്ഞാൽ പെട്ടുപോകും. അതുകൊണ്ട് ഗൈസ്, നമുക്ക് എന്തായാലും മേളിൽ വരെ നടന്നു പോയി നോക്കിയിട്ട് എന്താണെന്ന് നമുക്ക് ഇറങ്ങിത്തരാം. എന്താണെങ്കിലും നടന്നു പോകാൻ തീരുമാനിച്ചു ഗൈസ്. നമുക്ക് വണ്ടി ഇവിടെ വെച്ചിട്ട് പോവാം. ഓ മൈ ഗോഡ്. ഓ ഗൈസ്, നമ്മുടെ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ നമുക്ക് എന്തായാലും വണ്ടിക്ക് കിട്ടിയിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇപ്പം ഓഫ് റോഡിങ്ങിൽ എപ്പോഴും ഉണ്ടാകുന്ന സംഭവമാണ്. വണ്ടി എന്താണ് സ്കിഡാവും, അതുപോലെ തന്നെ സ്ക്രാച്ച് കാര്യങ്ങൾ. ചിലപ്പോൾ വണ്ടിക്ക് നല്ല തന്നെ പണി തന്നെ, എന്താണെങ്കിലും വണ്ടിക്ക് പണി ഉണ്ടാവും. അപ്പം കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടീനെ പൊന്നുപോലെ പ്രേമിക്കുന്ന ആളുകൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓഫ് റോഡ് പിടിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ നോക്കിയിട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വണ്ടി പണി കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അന്നേരം പണിയിപ്പിക്കാനുള്ള സ്കീം നോക്കുക. ആ ഒരു സെറ്റപ്പ് മൈൻഡിലാണെങ്കിൽ മാത്രം ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ പിടിക്കാൻ നിന്നായി. അല്ലെങ്കിൽ ഗായ്സ്, പണി മാത്രമായിരിക്കും വണ്ടിക്കുണ്ടാവുള്ളൂ. അത് ഓൾറെഡി ആദ്യം തന്നെ പറയുന്നുണ്ട്. ഞാൻ മാത്രമല്ല, എല്ലാവരും തന്നെ പറയുന്നൊരു കാര്യമാണ്. ഗായ്സ്, നമുക്ക് ഈ വഴി കണ്ടിട്ട് കാര്യം പറഞ്ഞാൽ ഓഫ് റോഡിലേക്ക് സത്യം പറഞ്ഞാൽ നല്ല കൊതിയുണ്ട്. പക്ഷേ ഓൾറെഡി നമ്മുടെ വണ്ടിയുടെ ടയർ വളരെ മോശമായതുകൊണ്ട് മാത്രമാണ്, ആ ഒരു സാഹചര്യം കൊണ്ട് മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഓഫ് റോഡിങ് നമുക്ക് കയറ്റാൻ പറ്റാത്ത. മാക്സിമം ചെറിയ ഓഫ് റോഡിങ്ങൊക്കെ ഞാൻ വണ്ടിയോട് കയറി വന്നു. പക്ഷേ ഈ ഒരു ഓഫ് റോഡിങ് കുറച്ച് ടാസ്ക്കാണ് ഗൈസ്. അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഓൾറെഡി ഞാൻ അതിൽ വന്ന് കഴിഞ്ഞ് ഞാൻ പിന്നെ തിരിച്ചെന്തായാലും വീട്ടിലെത്തൂല. എന്താ വെച്ചാൽ വണ്ടിയുടെ ടയർ എന്തായാലും പൊട്ടും, അതെന്തായാലും ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നടന്ന് തന്നെ പോകാതായിരിക്കും ഇച്ചിരി നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നടക്കുകയാണെങ്കിൽ നല്ലതായിട്ട് ദൂരം ഉണ്ട് കേട്ടോ ഗൈസ്. ആയിരിക്കുന്നതാണ് നമ്മുടെ വണ്ടി കേട്ടോ. നമ്മളിത് പോകുന്ന വഴി ഇതാട്ടോ. നിങ്ങൾക്കിതേ കാണാമായിരിക്കുമല്ലേ, ഇതേ വഴിയൊക്കെ. അതിലേക്ക് വണ്ടി കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ കേട്ടോ. എൻ്റെ പൊന്ന് ഗൈസ്, സത്യം പറഞ്ഞാൽ നല്ല മടുപ്പുണ്ട്. കുരിശുമല ടോപ്പിലെത്തി. ഒരു അടാറ് വ്യൂ ആട്ടോ ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇതുണ്ടല്ലേ, കുരിശുമലയുടെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കണേ. ഇവിടുന്ന് കാണുന്നത് ഇതുണ്ടോ,
അത് നമ്മുടെ ഇല്ലിക്കക്കല്ലാണ് കേട്ടോ. ഇല്ലിക്കക്കല്ലിൻ്റെ ആ വ്യൂ ആണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത്. ഓപ്പണായിട്ട് കിടക്കുന്ന ഒരു നല്ലൊരു മൈതാനം പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. അത്യാവശ്യം നല്ല കാര്യം പറഞ്ഞാൽ ക്യാമ്പിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു പ്ലേസാണ്. നമുക്ക് പാറ മുകളിൽ നോക്കാം. ഫുള്ള് പാറക്കെട്ടുകളാട്ടോ. ഓ ഗൈസ്, ഇതേ ഇരിക്കണം നമ്മുടെ വണ്ടി. നമ്മൾ അവിട്ടം വരെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ബൈക്ക് ഇങ്ങോട്ട് കയറ്റൽ കുറച്ച് ടാസ്ക്കാണ്, അതുകൊണ്ട് ഞാൻ കയറ്റിയിട്ടില്ല. ഓ ഗൈസ്, നമ്മൾ കുരിശുമലയുടെ മുകളിൽ നിന്ന് കാണുന്നൊരു വ്യൂ ആണ് കേട്ടോ ഗൈസ്. കുറച്ച് ടാസ്ക് ആട്ടോ ഇവിടെ. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഗൈസ് പൊടി പോലും കിട്ടൂല. എൻ്റെ പൊന്ന് ഗൈസ്, പേടിയാന്ന് കണ്ടിട്ട്. ഈ ഭാഗത്ത് നമ്മുടെ വാഗമണിൻ്റെ ഏരിയകളാട്ടോ അതേ കാണുന്നൊക്കെ. അയ്യോ എന്താ വ്യൂ, എൻ്റെ പൊന്ന് ഗൈസ്, പേടിയാവുന്നുണ്ട്. അയ്യോ ഗൈസ്, ഇപ്പോൾ നമ്മുടെ കുരിശുമലയിലെ ട്രിപ്പ് അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ യാത്രയിൽ വാഗമണ്ണ് നമ്മളെന്താണ് കവർ ചെയ്യണില്ല. ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ ഉൾപ്പെടുത്തുന്നത്. അപ്പം ഇവിടുത്തെ പരിപാടി എന്താണെങ്കിലും കഴിഞ്ഞു. നമ്മളിങ്ങനെ നേരെ അടുത്ത് അത് അപ്പുറത്ത് വെച്ചു, പക്ഷേ തിരിച്ച് വന്ന വഴി ജസ്റ്റ് ഒന്ന് മാറിപ്പോയി. അപ്പം വണ്ടി അവിടെയാണ് ഇരിക്കണത്. ഇനി നമുക്ക് മെയിൻ ടാസ്ക് ഒരെണ്ണം കിടപ്പുണ്ട് കേട്ടോ. കയറി വന്ന വഴി നമ്മൾ കയറിപ്പോയി ഈ വഴി, കാര്യം പറഞ്ഞ് ഈ വഴി അവിടെ കയറിപ്പോയി. പക്ഷേ അവിടെ നിന്ന് ആ കാണുന്ന ആ വഴി നമ്മൾ കണ്ടില്ലായിരുന്നു. പക്ഷെ അതായിരുന്നു യഥാർത്ഥത്തിലുള്ള വഴി. പക്ഷെ ഞാൻ വണ്ടി കൊണ്ടതേ കയറ്റി ഈ വഴി കാണുന്നത്, അവിടെ നിന്ന് നേരെ കാണുന്ന ആ റൈറ്റ് വഴി കയറി പിടിച്ച് നേരെ വഴിയില്ലായിരുന്നു, വഴി വെട്ടിപ്പോന്നവനാണ് ഞാൻ. അതിലേക്ക് കയറിയത് വണ്ടി കൊണ്ടത് ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് ടാസ്ക് ആയിരുന്നു കേട്ടോ വഴി. ശരിക്കും പറഞ്ഞാൽ നല്ല ടാസ്ക് ഉണ്ടായിരുന്നു. അല്ലെ കയറ്റിക്കൊണ്ട് പോക്കും ഇറക്കിക്കൊണ്ട് പോക്കലും. എൻ്റെ പൊന്നു മക്കളെ, തണുത്തോളം ഉണ്ടോ? ഒരു ഇപ്പം തണുത്തോളം തരാമോ? ഓ ഗൈസ്, ചത്തു ഓൾറെഡി. ഇപ്പം ഓൾമോസ്റ്റ് നമ്മളിച്ചിരി വെള്ളം കുടിക്കാനായിട്ട് കയറിയേക്കാണ്. നമ്മളത് മലയുടെ മുകളിൽ നിന്നാണ് ഗൈസ് ഇപ്പോൾ ഇറങ്ങി വന്നിരിക്കുന്നത്. വണ്ടി ഇതായിരിക്കണം. വെള്ളം കിട്ടിയാ? ശരി ശരി. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു നല്ലൊരു വീഡിയോ അടുത്ത എപ്പിസോഡിൽ നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോ എവിടെയെങ്കിലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും സൈനിങ് ഔട്ട്.